السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അബ്ദുല്ലാഹിബ്ന് അബൂ ഔഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു മനുഷ്യൻ ചന്തയിൽ കുറച്ച് സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ കള്ളസത്യം ചെയ്തു, ഇതിന് ഇന്ന വില ഉണ്ട് എന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത്ര വില ചോദിച്ചതാണ് എന്ന്, അതല്ലെങ്കിൽ ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ട് എന്ന് മേടിക്കുമ്പോൾ. പക്ഷേ അത്രയും പൈസ അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വലിയ അയാളോട് ആരും അത്രയും വില പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ദൈവിക വചനം അവതരിച്ചു. തീർച്ചയായും അള്ളാഹുവിൻ്റെ പേര് സത്യം ചെയ്തുകൊണ്ട് അതിൽ നിന്നും നിസ്സാരമായ നേട്ടങ്ങൾ വാങ്ങിക്കുന്നവർ, 3-ാമത്തെ സൂറത്ത് 77-ാമത്തെ ആയത്ത് ഇബ്നു ഔഫ കൂട്ടിച്ചേർക്കുന്നു, ഇങ്ങനെയുള്ള മനുഷ്യനെ വഞ്ചിക്കുന്നവനായിട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തവനായിട്ടും പലിശ തിന്നുന്നവനും ആയിട്ടും ആണ് കണക്കാക്കുന്നത്. അതിന് തുല്യമായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. സമയ അബ്ദുല്ലാഹിബ്ന് അബീ ഔഫ റളിയല്ലാഹു അൻഹുമാ യഖൂലു അഖാമ റജുലുൻ സില്ലതഹു ഫഹലഫ ബില്ലാഹി ലഖദ് അതാ ബിഹാ മാ ലം യുതിഹാ ഫനസലത് ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീല വഖാല ഇബ്നു അബീ ഔഫ അന്നാജിഷു ആകിലു റിബ ഖായിനുൻ. അബൂവായിൽ വിശദീകരിക്കുന്നു, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും കള്ളസത്യം ചെയ്താൽ മറ്റൊരു ആളുടെ അല്ലെങ്കിൽ അവൻ്റെ സഹോദരൻ്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, ഇതിൽ കൂടുതൽ സ്ഥലത്തും സഹോദരൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം സാമ്പത്തിക തർക്കങ്ങൾ കൂടുതൽ വരുന്നത് വീട്ടിനുള്ളിലാണ് സഹോദരങ്ങൾ തമ്മിൽ. അതുകൊണ്ടായിരിക്കും അല്ലാഹു ആലം. അവനുമായി അള്ളാഹു ദേഷ്യത്തിലായിരിക്കും. അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു അത് ദൈവിക വചനത്തിലൂടെ വഹിയായിട്ട് അത് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിസ്സാരമായ നേട്ടങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നവർ അള്ളാഹുവിൻ്റെ വചനവും അള്ളാഹുവിൻ്റെ പേരിൽ സത്യവും ചെയ്തുകൊണ്ട് എന്ന് തുടങ്ങുന്ന ആയത്ത് അവസാനിക്കുന്നത് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാവുന്നു. 3-ാമത്തെ സൂറത്ത് 77-ാമത്തെ ആയത്ത്. അൽ അഷാസ് എന്നെ കണ്ടു, എന്നിട്ട് ചോദിച്ചു, അബ്ദുള്ള നിന്നോട് ഇന്ന് എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഇന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ആയത്ത് എൻ്റെ കാര്യത്തിൽ ഇറങ്ങിയതാകുന്നു. പല സഹാബാക്കൾക്കും അങ്ങനെയൊക്കെയുള്ള നേരിട്ടുള്ള ദൈവിക അനുഭവം ഉള്ളവരാണ്. അതായത് അവരുടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് വേണ്ടി ആയത്ത് ഇറങ്ങുമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അത് ജീവിതകാലം മുഴുവൻ അത് എനിക്ക് വേണ്ടി ഇറങ്ങിയതാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുമായിരുന്നു. عن أبي وائل عن عبد الله رضي الله عنه عن النبي صلى الله عليه وسلم قال من حلف على يمين كاذبا ليقتطع مال الرجل أو قال أخيه لقي الله وهو عليه غضبان وأنزل الله تصديق ذلك في القرآن إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا إلى قوله عذاب أليم. آل عمران 77. فلقيني الأشعث فقال ما حدثكم عبد الله اليوم قلت كذا وكذا قال في أنزلت. എങ്ങനെ അലി എന്തുകൊണ്ടാണ് സത്യം ചെയ്യേണ്ടത്, എന്തുപയോഗിച്ച് ഏത് രീതിയിലാണ് സത്യം ചെയ്യേണ്ടത്? കൈഫ യുസ്തഹ്ലഫു. അള്ളാഹു തആലയുടെ വചനം, അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യും. 9-ാമത്തെ സൂറത്ത് 56-ാമത്തെ ആയത്ത്, 62-ാമത്തെ ആയത്ത്, 74-ാമത്തെ ആയത്ത്, 95-ാമത്തെ ആയത്ത്. അള്ളാഹു അസ്സ വജൽ പറയുന്നു, അവർ നിന്നിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് വരുന്നു അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട്. ഞങ്ങൾ നന്മയും സാഹോദര്യം അല്ലെങ്കിൽ ഒരുമിച്ച് കൂടലും ആണ് ഉദ്ദേശിക്കുന്നത്, അതിനപ്പുറം ഒന്നും ഉദ്ദേശിക്കുന്നില്ല. 4-ാമത്തെ സൂറത്ത് 62-ാമത്തെ ആയത്ത്. ഇങ്ങനെ സത്യം ചെയ്യുമ്പോൾ അറബിയിൽ ഉപയോഗിച്ചിരുന്ന പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബില്ലാഹി, തല്ലാഹി, വല്ലാഹി ഇവയൊക്കെ ആകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പേരിൽ തെറ്റായ സത്യം അല്ലെങ്കിൽ കള്ളസത്യം ചെയ്തു അസ്ർ നമസ്കാരത്തിന് ശേഷം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിനെ ഒഴിച്ച് മറ്റൊന്നിനെ വെച്ചും ആരും സത്യം ചെയ്യരുത്. എൻ്റെ ഉമ്മയാണ് സത്യം, പാപ്പയാണ് സത്യം, അങ്ങനെയുള്ളതൊക്കെ തെറ്റാണ്. അള്ളാഹുവാണ് സത്യം, അത് മാത്രമേ പാടുള്ളൂ, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അനാവശ്യമായി അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യാൻ പാടില്ല എന്നും നമ്മൾ കുറച്ച് മുമ്പുള്ള ഹദീസിൽ കണ്ടിട്ടുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അവരടിക്കാറുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്വഭാവമായി മാറാതിരിക്കാൻ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ അള്ളാഹുവാണ് സത്യം എന്ന് പറയുന്നത് ഒരു ശീലമാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരടിക്കുമായിരുന്നു സഹാബാക്കൾ. ഖാല തആല യഹ്ലിഫൂന ബില്ലാഹ്. തൗബ
56. വഖൗലില്ലാഹി അസ്സ വജല്ല സുമ്മ ജാഊക യഹ്ലിഫൂന ബില്ലാഹി ഇൻ അറദ്നാ ഇല്ലാ ഇഹ്സാനൻ വതൗഫീഖാ. അൻ-നിസാ 56. യുഖാലു ബില്ലാഹി വതല്ലാഹി വവല്ലാഹി വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഹലഫ ബില്ലാഹി കാദിബൻ ബഅദൽ അസ്രി വലാ യുഹ്ലഫു ബിഗൈരില്ലാ. തൽഹ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇസ്ലാമിനെ പറ്റി ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നേരം നിർബന്ധമായ നമസ്കാരം നീ നമസ്കരിക്കുക. അത് രാത്രിയിലും പകലും കൂടി 24 മണിക്കൂറിനുള്ളിൽ ആകുന്നു. മനുഷ്യൻ ചോദിച്ചു, ഇതുകൂടാതെ എന്തെങ്കിലും നിർബന്ധ നമസ്കാരങ്ങൾ ഉണ്ടോ എനിക്ക്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നിനക്ക് നിർബന്ധമില്ലാത്ത നമസ്കാരങ്ങളുണ്ട്, സുന്നത്തുകൾ ഉണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് കൂട്ടിച്ചേർത്തു, നീ നോമ്പ് പിടിക്കണം റമളാൻ മാസത്തിൽ. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ഇതല്ലാതെ ഏതെങ്കിലും നോമ്പുകൾ ഉണ്ടോ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സുന്നത്തായ നോമ്പുകൾ പിടിക്കാവുന്നതാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, സക്കാത്ത് നിർബന്ധമാണ്, അതിനെപ്പറ്റി വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, സക്കാത്ത് കൂടാതെ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നിനക്ക് ഇഷ്ടമാണെങ്കിൽ സുന്നത്തായ ദാനം അല്ലെങ്കിൽ സ്വതക്ക ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. അല്ലാഹു ആണേ, ഞാൻ ഇതിൽ നിന്നൊരൽപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഇല്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൻ വിജയികളിൽപ്പെട്ടവനായിരിക്കും. 46-ാമത്തെ ഹദീസിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. അന്നഹു സമിഅ ത്വൽഹത ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു യഖൂലു ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ഹുവ യസ്അലുഹു അനിൽ ഇസ്ലാമി ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈലത്തി ഫഖാല ഹൽ അലയ്യ ഗൈറുഹു ഖാല ലാ ഇല്ലാ അൻ തത്വഅ. فقال رسول الله صلى الله عليه وسلم وصيام شهر رمضان فقال هل علي غيرها قال لا إلا أن تطوع. قال وذكر له رسول الله صلى الله عليه وسلم الزكاة قال هل علي غيره قال لا إلا أن تطوع. قال فأدبر الرجل وهو يقول والله لا أزيد على هذا ولا أنقص. قال رسول الله صلى الله عليه وسلم أفلح إن صدق. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആർക്കെങ്കിലും സത്യം ചെയ്യണമെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു കൊള്ളട്ടെ, അതല്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. അതായത് അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെ പറ്റിയും സത്യം ചെയ്യാൻ പാടില്ല. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ് ഔ ലിയസ്മുത്. ഒരു കുറ്റാരോപണം നടന്നു, വാദിക്ക് തെളിവ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രതി സത്യം ചെയ്തു, പരിപാടിയൊക്കെ ക്ലോസ് ചെയ്തു പോയി. പിന്നീട് വാദിക്ക് തെളിവ് കിട്ടി. അങ്ങനെയുള്ള അവസ്ഥ മൻ അഖാമൽ ബയ്യിനത ബഅദൽ യമീനി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ചിലർ മറ്റുള്ളവരെക്കാൾ വാചാലത ഉള്ളവരാകുന്നു. അതായത് നിങ്ങളുടെ വാദങ്ങൾ, ഇപ്പോൾ നമ്മുടെ വക്കീൽ എന്നൊക്കെ പറയുന്നത്, എല്ലാവരും പോയി കോടതിയിൽ വാദിക്കാറില്ല. അപ്പോൾ അതിന് കഴിവുള്ളവരാണ് അത് ചെയ്യുന്നത്. വക്കീലന്മാരിലും കഴിവ് കൂടിയ വക്കീലന്മാരും കുറഞ്ഞവരുമുണ്ട്. കഴിവ് കൂടിയവർ ജയിക്കും. അപ്പോൾ അതുപോലെ നിങ്ങളിൽ ചിലർ നിങ്ങളുടെ വാദങ്ങൾ എതിരാളിക്കെതിരെ വളരെ വാചാലതയോടെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പറയാൻ കഴിവുള്ളവരാകുന്നു. താവൂസ്, ഇബ്രാഹിം, ഷുറൈഹ് ഇവരൊക്കെ പറയുന്നു, ഒരു തെളിഞ്ഞ വ്യക്തമായ തെളിവ് വാദി കൊണ്ടുവന്നാൽ അതാകുന്നു പ്രതിയുടെ കള്ള സത്യത്തിനേക്കാൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എപ്പോഴാണെങ്കിലും വാദിക്ക് തെളിവുമായി വരാം. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅല്ല ബഅദുകും അൽഹനു ബിഹുജ്ജതിഹി മിൻ ബഅദി. വഖാല താവൂസുൻ വഇബ്രാഹിം വശുറൈഹുൻ അൽ ബയ്യിനത്തുൽ ആദിലത്തു അഹഖു മിനൽ യമീനി അൽ ഫാജിറ. ഉമ്മുസ്സലമ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേസുകൾ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നിങ്ങളിൽ ചിലർ മറ്റുള്ളവരെക്കാൾ അവരുടെ വാദമുഖങ്ങൾ വ്യക്തമായി അല്ലെങ്കിൽ വാചാലതയോടെ നിരത്താൻ കഴിവുള്ളവരാകുന്നു. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരാളുടെ അവകാശം മറ്റൊരാൾക്ക് തെറ്റായി കൊടുത്താൽ, കാരണം ഒരുത്തൻ്റെ സമർപ്പണം അല്ലെങ്കിൽ കേസ് അവതരണം കൊള്ളായിരുന്നു, കേട്ടപ്പോൾ നല്ല രസം തോന്നി, അതല്ലെങ്കിൽ കേൾക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നിപ്പോകുന്നു, അങ്ങനെ ചെയ്താൽ ശരിക്കും ഞാൻ അവന് കൊടുക്കുന്നത് ഒരു കഷ്ണം തീയാകുന്നു, അവൻ അത് എടുക്കാതിരിക്കട്ടെ. അപ്പോൾ കോടതി കിടന്ന് തകർത്ത് വാദിച്ച് തെറ്റായ കാര്യം ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, പണി ഉറപ്പായിട്ട് പിന്നീട് കിട്ടും.
عن أم سلمة رضي الله عنها أن رسول الله صلى الله عليه وسلم قال إنكم تختصمون إلي ولعل بعضكم ألحن بحجتي من بعض فمن قضيت له بحق أخيه شيئا بقولي فإنما أقطع له قطعة من النار فلا يأخذها. വാഗ്ദാനം പാലിക്കപ്പെടേണ്ടതാണ് എന്ന് ആരെങ്കിലും കണ്ടാൽ മൻ അമറ ബി ഇൻജാസിൽ വാദി അൽ ഹസൻ ഈ വിധിയെ അനുകൂലിക്കുന്നു. അള്ളാഹു അവൻ്റെ കിതാബിൽ പറയുന്നു, അതായത് ഖുർആനിൽ പറയുന്നു ഇസ്മായിലിനെ സംബന്ധിച്ച്, തീർച്ചയായും അവൻ വാഗ്ദാനം നിലനിർത്തുന്നവനാകുന്നു, അല്ലെങ്കിൽ വാക്ക് സത്യമുള്ളവനാകുന്നു. 19-ാമത്തെ സൂറത്ത് 54-ാമത്തെ ആയത്ത്. ഇബ്നു അൽ അഷ്വ വിധിച്ചിട്ടുണ്ട് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് എന്ന്. അദ്ദേഹം എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു. സമൂറ ഇതേ അഭിപ്രായം എടുത്തിരുന്ന ആളായിരുന്നു. അൽ മിസ്വാർ ബിൻ മഖ്റമ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു മരുമകനെ പറ്റിയിട്ടാണ്. അവൻ എനിക്ക് വാഗ്ദാനം തന്നു, അവനത് പൂർത്തീകരിക്കുകയും ചെയ്തു. അബൂ അബ്ദുള്ള വിശദീകരിക്കുന്നു അൽ ബുഖാരിയിൽ, ഞാൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ഇബ്നു അഷ്വായുടെ ഈ വിശദീകരണം അല്ലെങ്കിൽ ഹദീസിനെ തെളിവായി ഉപയോഗിച്ച് വിധി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വാക്ക് പാലിക്കേണ്ടതാകുന്നു. വഫഅലൽ ഹസനു വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദ്. മറിയം 54. وقضى ابن الأشواء بالوعد وذكر ذلك عن سمرة بن جندب وقال المسور ابن مخرمة سمعت النبي صلى الله عليه وسلم وذكر صهرا له فقال وعدني فوفاني. قال أبو عبد الله رأيت إسحاق ابن إبراهيم يحتج بحديث ابن أشواء. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അബൂ സുഫിയാൻ എന്നോട് പറഞ്ഞു, ഹിറാക്ലിയസ് അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട്, ഞാൻ നിന്നോട് ചോദിച്ചു അവൻ എന്താണ് നിന്നോട് ഉത്തരവിട്ടിരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ നിർബന്ധിച്ച് കൽപ്പിച്ചിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത്. നീ എനിക്ക് മറുപടി തന്നു, അവൻ ഉത്തരവിട്ടിരിക്കുന്നു നമസ്കാരം നിർബന്ധമാണെന്ന്, സത്യം പറയണം എന്ന്, മാന്യം ആയിരിക്കണം എന്ന്, വാഗ്ദാനം പാലിക്കണം എന്ന്, വിശ്വസിച്ച് ഏൽപ്പിച്ചവ തിരിച്ചു കൊടുക്കണം എന്ന്. എന്നിട്ട് ഹിറാക്ലിയസ് കൂട്ടിച്ചേർക്കുന്നു, അതായത് ഹെർക്കുലീസ്. ഇവയെല്ലാം ഒരു പ്രവാചകൻ്റെ ലക്ഷണങ്ങളാകുന്നു. 7-ാമത്തെ ഹദീസ് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടതാണ്. അന്ന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അഖ്ബറഹു ഖാല അഖ്ബറനി അബൂ സുഫിയാന അന്ന ഹിർഖല ഖാല ലഹു സഅൽതുക മാദാ യഅ്മുറുകും ഫസഅംത അന്നഹാ യഅ്മറു ബിസ്സലാത്തി വസ്സിദ്ഖി വൽഅഫാഫി വൽവഫാഇ ബിൽഅഹ്ദി വഅദാഇൽ അമാനതി ഖാല വഹാദിഹി സിഫത്തുൻ നബിയ്യ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അവിശ്വാസി അല്ലെങ്കിൽ മുനാഫിഖിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അവൻ സംസാരിച്ചാൽ നുണയെ പറയുകയുള്ളൂ, അവനെ എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അവൻ അതിൽ അവിശ്വാസം കാണിക്കും അല്ലെങ്കിൽ വഞ്ചിക്കും, അവൻ എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അല്ലെങ്കിൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ അവനത് ആ വാഗ്ദാനം പൊട്ടിക്കും. 33-ാമത്തെ ഹദീസ് നേരത്തെ നമ്മളിത് കണ്ടതാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال آية المنافق 3: إذا حدث كذب وإذا اؤتمن خان وإذا وعد أخلف. മുഹമ്മദ് ബിൻ അലി വിശദീകരിക്കുന്നു, ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ അബൂബക്കർ അൽ അല ബിൻ അൽ ഹദ്രമിയിൽ നിന്ന് കുറച്ച് സ്വത്ത് കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വന്നു. അബൂബക്കർ ആളുകളോട് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടായിരുന്നുവെങ്കിൽ, അതായത് കടമോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങളോ നിനക്ക് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്ന് വാങ്ങിച്ച് എടുക്കേണ്ടതാകുന്നു. ജാബിർ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ അബൂബക്കറിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇന്നത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്നത് ഇത്ര തരാമെന്നും ഇത്ര തരാമെന്നും ഇത്ര തരാമെന്നും. അങ്ങനെ 3 പ്രാവശ്യം കൈ കാണിച്ചു. ജാബിർ കൂട്ടിച്ചേർക്കുന്നു, അബൂബക്കർ എണ്ണി പെറുക്കിയെടുത്തു, എന്നിട്ട് എനിക്ക് 500 സ്വർണ്ണ നാണയങ്ങൾ തന്നു, എന്നിട്ട് വീണ്ടും 500 തന്നു, എന്നിട്ട് വീണ്ടും 500 തന്നു. അപ്പോൾ 3 പ്രാവശ്യമായിരുന്നു പറഞ്ഞിരുന്നത്, 3 പ്രാവശ്യവും കൊടുത്തു. അപ്പോൾ വാഗ്ദാനം പാലിക്കപ്പെടേണ്ടതാണ്.
عن محمد بن علي عن جابر بن عبد الله رضي الله عنهم قال لما مات النبي صلى الله عليه وسلم جاء أبا بكر مال من قبل العلاء بن الحضرمي فقال أبو بكر من كان له على النبي صلى الله عليه وسلم دين أو كانت له قبله عدة فليأتنا. قال جابر فقلت وعدني رسول الله صلى الله عليه وسلم أن يعطيني هكذا وهكذا وهكذا فبسط يديه 3 مرات. قال جابر فعد في يدي 500 ثم 500 ثم 500. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.